ധന്യ നമ്മൾ ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ എന്തൊക്കെ കോമഡികൾ സഹിക്കണം അല്ലേ? അതെ തീർച്ചയായിട്ടും. വൈദ്യുതി ബില്ല് പരിഹരിക്കാനായിട്ട് എന്ത് വേണമെന്നാ പറയുന്നത്? പുതിയ കണ്ടുപിടുത്തമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ പിന്നെ പ്രേംലാലേട്ടന്റെ വീട്ടിൽ എത്ര രൂപയാ വൈദ്യുതി ബില്ലൊക്കെ വരുന്നത്? അതായത് ഞാൻ ദൈവഭാഗ്യത്തിൽ ഫുള്ള് LED ബൾബുകളും മറ്റേ BLDC ഫാനുകളൊക്കെ ഉപയോഗിക്കും. ഒരു 1000 രൂപയിൽ താഴെയിൽ എത്തും. പക്ഷെ അത് ഇത്തിരി കൂടുതലാണ്. കൂടുതൽ ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഒരു 500 രൂപയ്ക്കൊക്കെ മുകളിൽ കറണ്ട് ബില്ല് വന്നാൽ വീട്ടില് ഭയങ്കര ബഹളമൊക്കെ നടത്തും. ആവശ്യമില്ലാതെ ലൈറ്റുകൾ ഇട്ടേക്കുന്നു, ഫാനുകൾ ഇട്ടേക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. എങ്കിലും ഒരു 700-800 രൂപയ്ക്ക് അത് മാക്സിമം പിടിച്ച് നിൽക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ ഇതിൽ കൂടുതൽ ഇപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് 2000, 3000, 4000 രൂപ കറണ്ട് ബില്ല് വന്നു. അല്ല, ഇതെങ്ങനെ പരിഹരിക്കും? എന്തെങ്കിലും മാർഗം ഉണ്ട്. ഇത് കറണ്ട് ബില്ല് നമുക്ക് പരിഹരിക്കാൻ ഒരു മാർഗമുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. കാരണം പെട്ടെന്ന് പറഞ്ഞ ആളുകൾക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല, താങ്ങില്ല. ഈ KSEB ഒക്കെ അവർക്കൊക്കെ ആഗ്രഹമുണ്ട്. ഈ പാവപ്പെട്ട വീടുകളിലൊക്കെ വന്ന് ഈ മീറ്റർ ബില്ല് എഴുതുമ്പോൾ 2000, 3000 ഒക്കെ എഴുതി കൊടുക്കുമ്പോൾ ഇവർക്ക് അടയ്ക്കാനുള്ള ബാധ്യത, പിന്നെ എന്താ പറയുക, ഇതുണ്ടോ എന്നൊന്നും നോക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ഒരു കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് സോളാർ പാനൽ വെക്കാൻ പറഞ്ഞ സച്ചിൻ ടെണ്ടുൽക്കർ വരെ കഷ്ടത്തിലായി. അതെ, അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ കറണ്ട് ബില്ലെന്ന് വെക്കുമ്പോൾ എല്ലാവർക്കും ഈ വലിയ ബുദ്ധിമുട്ടാണ്. 2 മാസം കൂടുമ്പോഴാണ് വരുന്നതെങ്കിലും ഒരു വലിയ തുക അതിനുവേണ്ടി മാറ്റി വെക്കണമെന്നൊക്കെ പലരും ആലോചിക്കാറുണ്ട്. സസ്പെൻസ് ആണ്, ഒന്നാന്തരം സസ്പെൻസ്. നമ്മൾ ഈ ചില വീഡിയോ ഒക്കെ കാണുമ്പോ പിന്നെ ഈ സ്വർഗത്തിലൊക്കെ പോയ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? സ്വർഗത്തിൽ പോയിട്ടുണ്ടോ? ഉണ്ടോ? പോണെന്നൊക്കെ ആഗ്രഹമുണ്ട്. വല്ല ചുളിവിൽ പോകാൻ പറ്റിയ ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് വരാനൊക്കെ പ്ലാൻ ഉണ്ട്. ഇവിടെ കുറെ ഉസ്താദുമാര് സ്വർഗത്തിൽ പോയിട്ടുണ്ട്. സ്വർഗത്തിൽ ഭയങ്കര സംഭവങ്ങളാണ്. അതായത് പാൽപ്പുഴ, മദ്യപ്പുഴ, 72 ഹൂറികള്, പിന്നെ 72 ഹൂറികളാണ്. അത് കഴിഞ്ഞ് ഒരു ആപ്പിൾ മരത്തിൽ നിന്ന് പറിക്കുമ്പോൾ നമ്മൾ പറിച്ച് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ അവിടെ 2 ആപ്പിള് അപ്പൊ തന്നെ പ്രത്യക്ഷപ്പെടും, ഉണ്ടാകും. പിന്നെ വേറെ ഒന്ന് ഞാൻ കേട്ടിരുന്നു, ഇത് അവിടെ വിയർപ്പുണ്ടാകില്ല. അവർക്ക് അതുകൊണ്ട് കക്കൂസി പോകേണ്ടി വരില്ല. അവിടെ ബാത്റൂം ഇല്ല, സ്വർഗത്തിൽ ബാത്റൂം ഇല്ല. അങ്ങനെ ഈ എന്താ പറയുക, മനുഷ്യന്റെ നമ്മൾ വിചാരിക്കുക കേൾക്കുന്ന നമ്മളാണോ വിഡ്ഢികൾ, പറയുന്ന ഇവന്മാരാണോ വിഡ്ഢികളെന്ന് വിചാരിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ പുതിയതായിട്ട് ഒരു പുരോഹിതൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എക്സ്പ്രസ് TVയിലെ ജാവേരിയ സൗദിൻ ഷോയിൽ ഒരു ഷോ ഉണ്ട്. എക്സ്പ്രസ് TVയിൽ ജാവേരിയ സൗദിൻ ഷോ എന്നാണ് ആ ഷോയുടെ പേര്. അതിലൊരു മൗലാന ആസാദ് ജമീൽ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ പങ്കെടുക്കുന്നു. പേര് പറയുമ്പോൾ ഏത് പുരോഹിതനാണ്, ഏത് മതവിഭാഗത്തിൽപ്പെട്ട പുരോഹിതനാണ് മനസ്സിലാവുമല്ലോ. അപ്പോ അദ്ദേഹത്തോട് ഈ അവതാരക ചോദിക്കുകയാണ്, വൈദ്യുതി ബിൽ കുറയ്ക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ഇവർ ചോദിക്കുകയാണ്, രാജ്യത്ത് കുതിച്ചുയരുന്ന വൈദ്യുതി ബില്ലുകളെ കുറിച്ചുള്ള താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? വൈദ്യുതി ബില്ലൊക്കെ വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. താങ്കൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് സൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളല്ലേ. അപ്പം ഈ വൈദ്യുതി ബില്ല് കൂടുന്നതിനെ കുറിച്ച് ജനങ്ങൾക്കും ഒരു പിന്നെ കുറയ്ക്കാൻ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാർഗം പറഞ്ഞു കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ ഓരോ ദിവസം ചെല്ലും തോറും വൈദ്യുതി ബിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു പ്രാർത്ഥനയോ പ്രതിവിധിയോ പറഞ്ഞു തരാമോ എന്ന് അവതാരിക മൗലാനയോട് ചോദിക്കുന്നു. അപ്പൊ തന്നെ അദ്ദേഹം പറയുന്നു, ഈ സമയം പറഞ്ഞു തരാമെന്ന് പറയുന്ന പുരോഹിതൻ മാസത്തിൽ 2 തവണ ചൂണ്ടുവിരൽ, ഇതാണ് നമ്മുടെ ചൂണ്ടുവിരൽ, മാസത്തിൽ 2 തവണ ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് സം എന്ന് 2 വാക്കുകൾ എഴുതണം. ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് സം എന്ന് 2 വാക്കുകൾ എഴുതണം. ഇത് വൈദ്യുതി മീറ്ററിൽ ആണ് എഴുതേണ്ടത്. ഈ സം എന്ന 2 വാക്കുകൾ എഴുതേണ്ടത് വൈദ്യുത മീറ്ററിലാണ് എഴുതിയിട്ട് ഇത് ഒരു തവണ അല്ല എഴുതേണ്ടത്. ഇത് ഒരു തവണ ഇത് ചെയ്തതിനു ശേഷം വീണ്ടും 15 ദിവസങ്ങൾ ഓർത്ത് വച്ചേക്കണം. 15 ദിവസത്തിന് ശേഷം ഇതേ കാര്യം വീണ്ടും നമ്മൾ ആവർത്തിക്കണം. 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് സം എന്ന് വൈദ്യുത മീറ്ററിൽ എഴുതണം. ദൈവം അനുഗ്രഹിച്ചാൽ നമ്മുടെ വൈദ്യുത ബില്ല് തീർച്ചയായും കുറയും. ദൈവം അനുഗ്രഹിച്ചില്ല, ഈ സംസംബന്ധം എഴുതുമ്പോ ദൈവം അനുഗ്രഹിച്ചില്ലെങ്കിൽ ബില്ല് കുറയില്ല. എഴുതുന്നതിന്റെ ഇടയ്ക്ക് കറണ്ട് അടിച്ചാൽ തീർന്നു പോയാലോ? അപ്പൊ ദൈവം അനുഗ്രഹിച്ചു, പിന്നെ ബില്ല് അടയ്ക്കണ്ടല്ലോ, അതോടുകൂടി തീർന്നല്ലോ. ദൈവം അനുഗ്രഹിച്ചാൽ ഇത് പിന്നെ കുറയും. എന്തായാലും ഞാനൊന്ന് ഇയാളുടെ ഫോൺ നമ്പറോ മറ്റോ ഉണ്ടോ? ഫോൺ നമ്പർ ഒന്നുമില്ല, പക്ഷെ ഇയാൾ പറയുന്ന വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട്. बिजली का बिल कम से कम आए
तो एक वजीफा है, आपने शहादत की अंगुली से मीटर पे जाके लिख लेना है जम जम। എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാനാണ് കാര്യം. പുള്ളി കൃപാസനത്തിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വലിച്ചില്ലെങ്കിൽ പുള്ളിയൊന്ന് വിളിക്കാമല്ലോ. അടിക്കടി ഉയരുന്ന വൈദ്യുതി ബില്ലുകൾ പ്രശ്നമാകുന്നുണ്ടോ? ഈ പാകിസ്ഥാനി മൗലാനയുടെ കയ്യിൽ ഒരു വൈദിക പരിഹാരമുണ്ട് എന്ന കുറിപ്പോടെയാണ് സോനം മഹാജൻ എന്ന എക്സ് ഉപയോക്താവ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾ ഈ വീഡിയോ കണ്ടു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. ഇയാൾ പാകിസ്ഥാനിലെ ഒരു മുസ്ലിം പുരോഹിതനാണ് ഇദ്ദേഹം. വൈദ്യുതി ബില്ല് കുറയ്ക്കാനായി നൽകുന്ന ഉപദേശമാണ് സൈബർ ഇടങ്ങളിൽ ചർച്ചയാകുന്നത്. മൗലാന ആസാദ് ജമീൽ എന്ന മുസ്ലിം പുരോഹിതനാണ് വിചിത്ര നിർദ്ദേശവുമായി എത്തിയിരിക്കുന്നത്. ഇത് KSEBക്ക് പണിയുമായിട്ടാണ് ഈ പുരോഹിതൻ എത്തിയിരിക്കുന്നത്. കാരണം ഈ ലോകത്തുള്ള വീടുകളിലൊക്കെ അപ്പൊ പാകിസ്ഥാന് വൈദ്യുതി ബില്ല് കുറയുന്നത് എങ്ങനെയായിരിക്കും? അവിടെ പിന്നെ കറണ്ടും ഇല്ലല്ലോ, പിന്നെ എന്താ ഇപ്പൊ വെള്ളം കിട്ടാനുള്ളത് ഇല്ലാത്തത് കൊണ്ട് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടെ കുറയ്ക്കേണ്ടി വരില്ല. ഇന്ത്യയിലോ മറ്റ് ലോകരാജ്യങ്ങളിലോ എവിടെയെങ്കിലും വൈദ്യുതി ബില്ല് കൂടുകയാണെങ്കിൽ അത് കുറയ്ക്കാൻ മീറ്ററിൽ സം എന്ന് എഴുതിയാൽ മതി. ഈ സം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലുണ്ട്, പാളയം, തിരുവനന്തപുരം പാളയത്ത്. അവിടെ മീഡിയ വണ്ണിൽ വർക്ക് ചെയ്ത സമയത്തൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇല്ല, നമുക്ക് അതിന്റെ അകത്ത് കേറിയിട്ടില്ല, കണ്ടിട്ടുണ്ട്, പാസ് ചെയ്തപ്പോ കണ്ടിട്ടുണ്ട്. എന്റെ സ്ഥിരം ഞങ്ങളുടെ സ്ഥിരം സ്ഥലമാണ് ഈ സംസം. ഈ സംസമിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അവിടുത്തെ ഒരു ഷവായി ഉണ്ട്. അത് കഴിക്കാനാണ് ഈ ആളുകൾ മൊത്തം കയറുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. എന്താണ് അവർ ചേർക്കുന്നതെന്നൊന്നും അറിയില്ല, പക്ഷെ അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലോകത്ത് എവിടെ പോയാലും, ഞാൻ ലോകത്ത് മറ്റിടത്തൊന്നും പോയി ഇത് കഴിച്ചിട്ടില്ല. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അതെ, അപ്പൊ അതാണ് അവിടെ ഒരു 2-3 ഹോട്ടലുണ്ട് ഈ സംസം. അപ്പൊ അത് ആണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. ഇനി ഈ സംസംകാരും ഈ പാകിസ്ഥാനി ഇവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം അവരുടെ ഹോട്ടൽ ശൃംഖല വിപുലീകരിക്കാൻ വേണ്ടി ഈ പേര് പലയിടങ്ങളിൽ എത്താൻ വേണ്ടി സംസം എന്ന് പറയുന്നത് നമ്മുടെ മക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പുണ്യ തീർത്ഥമുണ്ട്, ഒരു വെള്ളം, അതാണ് സംസം. അതാണ് സംസം എന്ന് പറയാം. എനിക്കത് അറിയില്ലായിരുന്നു. അപ്പൊ അതാണ് ഈ, അതായത് എന്തും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് വിഡ്ഢികളാക്കി. നമ്മുടെ നാട്ടില് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഇതേപോലെ കുറെ തട്ടിപ്പുകാരും ആൾ ദൈവങ്ങളും ഒക്കെ വിലസിയ സമയത്ത് DYFI ഇറങ്ങി തിരിച്ചിരുന്നു. സന്തോഷ് മാധവന്റെ ഒക്കെ. അപ്പൊ ആർക്കും ഒരു മിണ്ടാട്ടമില്ല, എന്ത് നടന്നോട്ടെ എന്നുള്ള രീതിയിലാണ്. അതെ, ഈ നഗ്ന പൂജ എന്നൊക്കെ പറഞ്ഞ് പല പെൺകുട്ടികളും ചെന്ന് കയറി, പല പൂജകളും നടത്താനായി ചെന്ന് കയറി കൊടുക്കുന്നത് അത് പിന്നെ പീഡനത്തിലേക്കാണ് ചെന്നെത്തുന്നത്. ഒരുപാട് ഐശ്വര്യ സമ്പത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇപ്പൊ ഇലന്തൂര് നരബലി നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളിലെ ബലി കൊടുത്താൽ സമ്പാദ്യം ഐശ്വര്യം ഉണ്ടാകുമെന്നും പറഞ്ഞ് അച്ഛനമ്മമാർ തന്നെ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്ന കാഴ്ചയുണ്ട്. ഇതുപോലെ പല തരത്തിലുള്ള നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കുറെ കാര്യങ്ങളാണ്. അതായത് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം, വളരെ സാധാരണക്കാരുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതം രക്ഷപ്പെടണമെന്ന് കരുതി പ്രാർത്ഥനയായിട്ട് കഴിയുന്നത്. അങ്ങനെയുള്ള എന്താ പറയുക, നിസ്സഹായരും നിരപരാധികളായിട്ടുള്ള ആൾക്കാരാണ് ഇമാതിരി തട്ടിപ്പുകളിൽ ചെന്ന് ചാടുന്നത്. പിന്നെ ഒരുപാട് പൈസയുള്ളവർ, ഈ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ പറഞ്ഞ് വേവലാതിപ്പെടുന്നവർ, ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഉഴലുന്ന ഈ മറ്റേ മിഡിൽ ക്ലാസ് ഉണ്ടല്ലോ, ജീവിതത്തിന് വേണ്ടി പെടാപ്പാടുപെടും, അവരിതിൽ ചെന്ന് ചാടില്ല. ഈ തീരെ ദരിദ്രരും ഒരുപാട് സമ്പന്നരും, ഈ സമ്പന്നരുടെ ഈ ഇവരുടെയൊക്കെ സ്ഥാപനങ്ങളുടെ മുമ്പിൽ നിരന്ന് കിടക്കുന്ന ബെൻസ് കാറുകളുടെയൊക്കെ എണ്ണം കണ്ടിട്ടാണ് ഈ പാവപ്പെട്ടവർ ചെന്ന്, ഇവരൊക്കെ വന്നിരുന്നുണ്ടല്ലോ, അപ്പൊ നമ്മളും രക്ഷപ്പെട്ട് കളയാം എന്ന് കരുതിയാണ് ഈ പാവങ്ങളും ചെന്ന് ഇത്തരം ആൾക്കാരുടെ മുമ്പിൽ ചാടുന്നത്. എനിക്ക് ആൾ ദൈവങ്ങളോടൊന്നും പണ്ടേ താല്പര്യമില്ല, ഇപ്പോഴും താല്പര്യമില്ല. ഈ പറയുന്നത് പോലെ നമുക്ക് അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ടായിരിക്കും. കാരണം നമുക്ക് ഇപ്പൊ 4-5 ദിവസത്തെ ലീവ് കിട്ടിയാൽ വീട്ടിൽ ചെന്ന ഒരു 1000 കാര്യങ്ങൾ, 4 ദിവസം ലീവും കൊണ്ട് തീരാത്ത കാര്യങ്ങളാണ് നമ്മുടെ തലയ്ക്കകത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. പിന്നെ ചില സമുദായത്തിലെ ചില ആളുകൾക്ക് വിവരവും ബുദ്ധി ഇല്ല എന്ന് പറയുന്നത് അത് വളരെ ശരിയാണ് പ്രേമലല്ലയുടെ. കാരണം ഈ അടുത്ത കാലത്ത് സലീം കുമാർ ഒരു വേദിയിൽ പറയുന്ന ഒരു കാര്യം കേട്ടിട്ട് സത്യത്തിൽ ഞാനൊക്കെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അദ്ദേഹം ശ്രീലങ്കയിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തോ പേഴ്സണൽ കാര്യത്തിന് പോയപ്പോൾ അവിടെ ഒരു തൊട്ടടുത്ത് ഒരു ബോംബ് ആക്രമണം എങ്ങാണ്ടൊക്കെ നടന്നു. അപ്പോൾ അത് നടന്നു കഴിഞ്ഞപ്പോൾ കുറെ ആളുകളുടെ ശ്രീലങ്കയില് ശരീരം ചിന്നിച്ചിതറിപ്പോയി. പക്ഷെ ഇവരുടെ ലിംഗങ്ങൾ ഒന്നും സംഭവിച്ചില്ല. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ കൂറികളുണ്ട്, ഇരുമ്പിൽ പൊതിഞ്ഞു വെച്ചേക്കാണ്. ജീവിതത്തിൽ ഇതൊക്കെ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം ചിലര് ദഹിപ്പിക്കും, ചിലര് സംസ്കരിക്കും, അല്ല മണ്ണിനടിയിലാക്കും, ചിലരത് കവറടക്കും. ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം OTT-യിലൊക്കെ മറ്റേ മരണമാ സിനിമ ഉണ്ടായിരുന്നു.
ഓ കണ്ടു കാണും, കണ്ടില്ല. ഓർമ്മയില്ല. അതിലൊരു രംഗമുണ്ട്. അതായത് ഈ പഴം 1 കിലോ പഴം മേടിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടിയേക്കും. സംഭവം അത് കൃപാസനം പത്രത്തിൽ പൊതിഞ്ഞു വെച്ചത് കൊണ്ടാണ്. അതും ഈ ഇടയ്ക്ക് ആരോ ചമ്മന്തി അരച്ച് ഇത് കുടിച്ചതോടുകൂടി എന്തോ മാറി. ഒരു ഒരുപാട് ശക്തിയുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. എവിടെയൊക്കെ ഒരു ശക്തി, ഒരു പോസിറ്റീവ് എനർജി നമ്മൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഒരു ഫലം കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ശക്തിയുണ്ട് എവിടെയോ. ആ ശക്തി നമ്മളെ നേർവഴിക്ക് നടത്തുന്നുണ്ട്, നമ്മുടെ ചില പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തി തരുന്നുണ്ട്, അത് ഉറപ്പാണ്. പക്ഷെ ഈ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നടത്തുന്ന ഈ പണം ഉണ്ടാക്കാനായി ദൈവത്തെ വിറ്റ് ജീവിക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ, അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കൂ, വരുമോ ഒരു പോസിറ്റീവ് എനർജി. ഇപ്പൊ ആര് പറഞ്ഞാലില്ലെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു പോസിറ്റീവ് എനർജി എവിടെയോ ഉണ്ട്, അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ അമിതമായി ചെന്ന് ഈ ഉസ്താദുമാരായാലും ഈ ഹിന്ദുക്കളിലായാലും ക്രിസ്ത്യാനികൾ ഇവരൊക്കെ പറയുന്നത്, ഇവരൊക്കെ പണം ഉണ്ടാക്കാനായി പല കാര്യങ്ങളും പറഞ്ഞ് അതിൽ ചെന്ന് വീഴുന്ന് നിങ്ങൾ ആവശ്യമില്ലാതെ പണം കൊണ്ടുവന്ന് കളയാതിരിക്കുക. സംസമ്മെന്ന് എഴുതിയിട്ട് ഞാൻ നോക്കിയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ പറയാം 1 മാസം കഴിഞ്ഞിട്ട് കറണ്ട് ബില്ല് കുറഞ്ഞോ ഇല്ലേ എന്നുള്ളത്.